ഈ അരുണാചലിലുള്ള പല ആൾക്കാർക്കും ചൈനീസ് പാസ്പോർട്ട് ഉണ്ട്. ഇതൊന്നും കൺട്രോൾ ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റുന്നൊന്നുമില്ല. അതേപോലെ തന്നെ ചൈനയ്ക്ക് അറിയാവുന്ന വസ്തുതയാണ്. കാരണം അവർ അരുണാചലുകാർക്ക് അവർ ചൈനീസ് പാസ്പോർട്ട് കൊടുക്കും. കാരണം അത്രയും പേര് ആ ബോർഡറിൻ്റെ ആ ഭാഗത്തൊക്കെ വർക്ക് ചെയ്യുന്നത് ഈ അരുണാചലുകാർ. അതേപോലെ അരുണാചലിൽ ഒത്തിരി പേര് അങ്ങോട്ടങ്ങ് മൈഗ്രേറ്റ് ചെയ്തു ചൈനയിലോട്ട്. എന്നിട്ട് ഇൻഡോ ചൈന ബോർഡറിൽ ഈ ചൈനീസ് ആർമിയുടെ ഭാഗമായിട്ട് അവർ അതിനകത്ത് റിക്രൂട്ടും ചെയ്യപ്പെട്ടു. ഇന്നോ ഇന്നലെ നേരത്തെ ഉണ്ടായതാണ്. ഇതിനകത്ത് രണ്ട് പ്രധാന ഘടകമുണ്ട്. ചൈനയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആണെങ്കിൽ തന്നെ ഇന്ന് ബുദ്ധിസ്റ്റ് എന്ന് പറയുന്നത് ചൈനയിലുള്ള ബുദ്ധിസ്റ്റുകളുടെ ഇടയ്ക്ക് ദലൈലാമ വലിയൊരു ഇഷ്യൂ ആണ്. അവരിന്നും കൊണ്ടു കിടക്കുന്ന സംഭവമാണ്. അപ്പം ഈ ഏറ്റവും പ്രധാനപ്പെട്ട ബുദ്ധിസ്റ്റിൻ്റെ മൊണാസ്റ്ററി എന്ന് പറയുന്നത് ഈ അരുണാചലിലാണ്. അത് ചൈനയ്ക്ക് ഒരു കാരണവശാലും താല്പര്യമില്ല. അത് ഇന്ത്യൻ അതിർത്തി, ഇന്ത്യയുടെ ഭാഗത്ത് കിടക്കുന്നു എന്നുള്ളൊരു സംഭവം. അതേപോലെ തന്നെ രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് ബ്രഹ്മപുത്ര റിവർ. ഇതിൻ്റെ ഒറിജിൻ എന്ന് പറഞ്ഞ് ടിബറ്റ്, അതായത് ചൈനീസ് കൺട്രോൾ ടിബറ്റാണ്. അത് അരുണാചലിൽ കൂടെ ഒഴുകി വീണ്ടും അത് ഈ ചൈനീസ് കൺട്രോൾ ടിബറ്റിൽ കൂടെ ഒഴുകിയാണ് പിന്നീട് ഈ പുഴ, അതായത് ഈ റിവർ എന്ന് പറയുന്നത് ഇന്ത്യയിലോട്ട് വീണ്ടും കയറുന്നത്. ആദ്യം ചൈനീസ് കൺട്രോളിൻ്റെ ടിബറ്റ്, അത് കഴിഞ്ഞിട്ട് അരുണാചലിലോട്ട് കയറും. പിന്നീട് വളരെ ദൂരം ചൈനീസ് കൺട്രോൾ ടിബറ്റിൽ കൂടെ ഒഴുകി വീണ്ടും അത് ഇന്ത്യയിൽ കയറുന്നു, ബംഗ്ലാദേശിൽ കയറുന്നു, പിന്നെ അത് ബേ ഓഫ് ബംഗാളിൽ ചേരുകയാണ്.